പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, തിരുവചനം ശുശ്രൂഷയിലേക്ക് വലിയ സ്നേഹത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യാണ്. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ വചനം ധ്യാനിച്ച് പരിശുദ്ധാത്മാവിൽ നിറയാം. ഇന്നേ ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് വിശുദ്ധ ബലിയിലൂടെ കർത്താവ് നമ്മുടെ മേൽ ചൊരിയുന്ന അനുഗ്രഹങ്ങളും അതിലൂടെ നമ്മിൽ ജനിക്കേണ്ട ആത്മീയ മനോഭാവങ്ങളെ കുറിച്ചാണ്. ഫെബ്രുവരി 19-20 വാക്യങ്ങൾ. അവിടെ എന്താണ് വചനം പറയുന്നത്? യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തത്തിലൂടെ ദൈവസന്നിധിയിൽ പ്രവേശിക്കുവാൻ നമുക്ക് മനോധൈര്യമുണ്ട്. വീണ്ടും വചനം പറയുന്നു, ഫെബ്രുവരി 10-20, അവൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ നമുക്ക് നവീനവും സജീവമായ ഒരു പുതിയ പാത അവിടുന്ന് തുറന്നു തന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാനയിലൂടെ എന്താണ് സംഭവിക്കുന്നത്? യേശു തൻ്റെ രക്തത്തിലൂടെ നമ്മളെ കഴുകുന്നു. നമുക്ക് വേണ്ടി കർത്താവ് ഒരു ജീവൻ്റെ ഒരു പുതിയ പാത തുറക്കുകയാണ്. ഇതൊരു അത്ഭുതമാണ് പ്രിയപ്പെട്ടവരെ. വിശുദ്ധ കുർബാനയിലൂടെ, വിശുദ്ധ ബലിയിലൂടെ കർത്താവ് നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 4 അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്നാമത്തെ അനുഗ്രഹം, വിശുദ്ധ ബലി പാപപരിഹാര ബലിയാണ്. 1 യോഹന്നാൻ 2-1-2 വാക്യം. അപ്പോസ്തലനായ യോഹന്നാൻ ശ്ലീഹയിലൂടെ പരിശുദ്ധാത്മാവ് അവിടെ എഴുതി വച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിനാണ് ഞാനിത് എഴുതുന്നത്. എന്നാൽ നിങ്ങൾ ആരെങ്കിലും പാപം ചെയ്താൽ തന്നെ ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് ഒരു മധ്യസ്ഥനുണ്ട്, നീതിമാനായ കർത്താവ് യേശു ക്രിസ്തു. അവൻ നമ്മുടെ പാപങ്ങൾക്കുള്ള പരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകത്തിൻ്റെ മുഴുവനും പാപങ്ങൾക്കുള്ള പരിഹാര ബലിയാണ്. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കുക, ഈ വചനം നമുക്ക് പ്രത്യാശ നൽകുന്ന വചനമാണ്. നമ്മൾ പാപികൾ, നമ്മൾ അയോഗ്യർ, എന്നാൽ നമുക്ക് വേണ്ടി ഒരു മധ്യസ്ഥൻ സ്വർഗത്തിൽ ദൈവപിതാവിന് വലത്ത് ഭാഗത്തുണ്ട്. എന്താണ് യേശു ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഓരോ വിശുദ്ധ കുർബാനയുടെ സമയത്തും കർത്താവ് തൻ്റെ തിരുമുറിവുകൾ ദൈവപിതാവിന് കാണിച്ചു കൊടുത്ത് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ദൈവസന്നിധിയിൽ നിലവിളിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോറൻസ് ജസ്റ്റീനിയൻ എന്ന വിശുദ്ധൻ ഇപ്രകാരം പറയുകയാണ്: ഓരോ വിശുദ്ധ കുർബാനയുടെ സമയത്ത് ആത്മീയമായി യേശുവിൻ്റെ തിരുശരീരങ്ങൾ അറക്കപ്പെടുമ്പോൾ, അൾത്താരയിൽ വെച്ച് അറക്കപ്പെടുമ്പോൾ, യേശു തൻ്റെ തിരുമുറിവുകൾ പിതാവിന് കാണിച്ചു കൊടുത്ത് പറയാണ്: പിതാവേ, ഈ തിരുമുറിവുകളുടെ യോഗ്യതയാൽ എൻ്റെ മക്കളെ നിത്യനാശത്തിൽ നിന്ന് വിടുവിക്കണമേ. പ്രിയപ്പെട്ടവരെ, ഇത് കർത്താവ് നമുക്ക് നൽകുന്ന വലിയൊരു സമ്മാനമല്ലേ? നമുക്ക് വേണ്ടി പരിശുദ്ധനായ യേശു ക്രിസ്തു ഇത് പാപപരിഹാര ബലിയായി മാറി എന്നിട്ടുള്ളതാണ് ഒരു മനുഷ്യ കുലത്തിലെ ഏറ്റവും പ്രത്യാശ നൽകുന്ന കാര്യം. നമ്മൾ മനുഷ്യരാണ്, പാപികളാണ്, എന്നാൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കർത്താവ് പാപപരിഹാര ബലിയായി മാറി. അതാണ് വിശുദ്ധ കുർബാന. അവിടെ നമുക്ക് വേണ്ടി കർത്താവ് തൻ്റെ രക്തം ചിന്തുമ്പോൾ ആ രക്തത്തിലൂടെ കർത്താവ് നമ്മെ കഴുകുന്നു. പിന്നീട് എന്താണ്? ദൈവസന്നിധിയിൽ പ്രവേശിക്കാൻ നമുക്ക് മനോധൈര്യമുണ്ട്. പിന്നീട് എന്താണ്? ദൈവം നമുക്ക് ആ ഒരു ജീവൻ്റെ ഒരു നവീനമായൊരു പാത തുറക്കുകയും ചെയ്യുകയാണ്. 1 കൊറിന്തോസ് 6-20 വാക്യം പറയുന്നു: നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. യേശു ക്രിസ്തു നമ്മെ എങ്ങനെയാണ് വിലയ്ക്ക് വാങ്ങിയത്? പാപത്തിൻ്റെ അടിമകളായിരിക്കുന്ന മനുഷ്യവർഗത്തെ യേശു എപ്രകാരമാണ് പിശാചിൻ്റെ അടിമത്തിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയത്? തൻ്റെ പരിശുദ്ധ രക്തം കൊടുത്തിട്ടാണ്. അപ്പോസ്തല പ്രവർത്തനം 20-28 വചനം പറയുന്നു: താൻ രക്തം കൊടുത്ത് വീണ്ടെടുത്ത സഭയെ സംരക്ഷിക്കുവാൻ. കർത്താവ് പറയാണ്: കർത്താവായി ഞാൻ രക്തം കൊടുത്ത് വീണ്ടെടുത്ത സഭ. അതാണ് നമ്മൾ ഓരോരുത്തരും പ്രിയപ്പെട്ടവരെ. ആരെല്ലാം യേശു ക്രിസ്തു വിശ്വസിക്കുന്നുണ്ടോ അവർക്ക് വേണ്ടി തൻ്റെ രക്തം കൊടുത്ത് ആ വ്യക്തിയെ യേശു പിശാചിന്റെ കൈകളിൽ നിന്ന് വിലയ്ക്ക് വാങ്ങി. അവൻ പിന്നെ ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ഓരോ വിശുദ്ധ കുർബാനയിലും സംഭവിക്കുകയാണ്. ഞാൻ സംഭവിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് പോളണ്ടിൽ പോസ്നാം എന്ന ഒരു ചെറു ഗ്രാമത്തിൽ മഗ്ദല മറിയത്തിൻ്റെ ദേവാലയം, അവിടെ 3 നിരീശ്വരവാദികൾ, ക്രിസ്തു സുവിശേഷത്തെ ഏറ്റവും അധികം എതിർക്കുന്ന വ്യക്തികൾ, മതവൈരികൾ, അവർ കടന്നു വരികയാണ്. അവർ അവിടെയുള്ള ഒരു വേലക്കാരിയെ പണം കൊടുത്ത് സ്വാധീനിച്ച് ദിവ്യസക്രാരിൽ നിന്ന് 3 ദിവ്യകാനനത്തെ മോഷ്ടിക്കുകയാണ്. അവർക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ: ദിവ്യകാനനത്തെ അവഹേളിക്കണം, വിശുകുർബാനയായി എഴുന്നള്ളി വന്നിരിക്കുന്ന യേശുവിനെ അപമാനിക്കണം. അവർ ആ 3 ദിവ്യകാരനുമായി അവരുടെ ഭവനത്തിൻ്റെ ഏറ്റവും താഴെയുള്ള അണ്ടർഗ്രൗണ്ട് മുറിയിൽ അവരുടെ ഭവനാംഗങ്ങളെല്ലാം ചുറ്റും നിൽക്കുന്നുണ്ട്. ഈ 3 പേർ ദിവ്യകാനത്തെ ആ മേശയിൽ വെക്കുകയാണ്. അതിനുശേഷം കൂർത്ത കത്തിയെടുത്ത് നിന്നാവചനങ്ങൾ പറഞ്ഞ്
നമ്മുടെ കർത്താവിനെ കുത്തുകയാണ്. ദിവ്യകാരണത്തെ കുത്തിക്കഴിഞ്ഞപ്പോൾ അവരെ പോലും അത്ഭുതപ്പെടുത്തി ദിവ്യകാരണത്തിൽ നിന്ന് പരിശുദ്ധ രക്തം ചീറ്റിയൊഴുകുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ ഒരു സഹോദരി അവിടെ വന്നിട്ടുണ്ട്. ആ സഹോദരിക്ക് കണ്ണുകൾക്ക് കാഴ്ചയില്ല. എന്ത് സംഭവിക്കുന്നറിയോ? ഇവർ കത്തിയെടുത്ത് ദിവ്യകാരണത്തെ കുത്തിയപ്പോൾ അവിടെ നിന്നു ചീറ്റി ഒഴുകിയ പരിശുദ്ധമായ രക്തത്തിന്റെ ഒരു തുള്ളി കാഴ്ചയില്ലാതെ സഹോദരിയുടെ കണ്ണുകളിൽ വീഴുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ തന്നെ ആ സഹോദരി സൗഖ്യം പ്രാപിച്ചു. സകല മക്കളും നിലവിളിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഈ കഠിനപാപികൾ ദിവ്യകാരണത്തെ എടുത്ത് ഓടുകയാണ്. എന്തു ചെയ്യും? അവർക്ക് മനസ്സിലായി, ഞങ്ങൾ ചെയ്തത് വലിയ തെറ്റാണ്. അവർ അതാ വാർഡ പുഴക്കരയിൽ ആ ദിവ്യകാരണം വലിച്ചെറിയുകയാണ്. ആ വലിച്ചെറിഞ്ഞ ദിവ്യകാരണം വീണില്ല, അന്തരീക്ഷത്തിൽ ജ്വലിച്ചു നിൽക്കുകയാണ്. അവിടേക്ക് കടന്നു വന്നു. ഒരു ഇടയ ബാലെന്ന് കണ്ടു. ഗ്രാമമുഖ്യനെ വിളിച്ചു പറഞ്ഞു. അപ്പോഴേക്കും അനേകം ജനങ്ങൾ അവിടേക്ക് കടന്നു വന്നു. വോജീസ് എന്ന ബിഷപ്പ് അവിടേക്ക് കടന്നു വരികയാണ്. വളരെ സ്നേഹത്തോടെ ഈ ജ്വലിച്ച് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന 3 ദിവ്യകാരണത്തെ ദിവ്യമായ രീതിയിൽ സ്വീകരിച്ച് പ്രദർശനമായി ഇതാ ദേവാലയത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഇതറിഞ്ഞ് അവിടെയുള്ള കഠിന ഹൃദയനായ ജാഗില്ലോ രാജാവ്, പ്രിയപ്പെട്ട രാജാവ് അവിടേക്ക് കടന്നു വരികയാണ്. രാജാവ് കർത്താവിനെ ആരാധിക്കുകയാണ്. ദിവ്യകാനത്തിൽ നിന്ന് തിരക്തം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കഠിനഹൃദയനായ രാജാവ് ഇതാ ദിവ്യകാനത്തെ മുട്ടുമിന്ന് ആരാധിച്ചു. പ്രിയപ്പെട്ടവരെ, കഠിനപാപികൾ യേശുവിനെ നിന്ദിക്കാൻ വേണ്ടി ഉപയോഗിച്ച ആ സ്ഥലത്ത് ഇന്ന് ഈ രാജാവ് എന്ത് ചെയ്യുന്നറിയോ? യേശുവിൻ്റെ തിരുശരീര രക്തങ്ങൾ എന്ന പേരിൽ ഒരു ദേവാലയം പണിതു. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം എല്ലാ ആഴ്ചകളിലും ദിവ്യകാന പ്രദക്ഷിണമുണ്ട്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങളുടെ അനന്ത യോഗ്യതയാൽ നമ്മുടെ ഭവനങ്ങൾ ഇപ്പോൾ നിറയപ്പെടട്ടെ. പ്രിയപ്പെട്ടവർ, ഓരോ വിശുകുർബാനയിലും നമ്മൾ പങ്കെടുക്കുമ്പോൾ ഓർക്കണം, കർത്താവ് നമുക്ക് വേണ്ടി നിലവിളിച്ചു കൊണ്ടിരിക്കുകയാണ്. സുവിശേഷം വായിക്കുമ്പോൾ നമുക്കറിയാം, ലൂക്ക 6:12, ലൂക്ക 22:44 ഇവിടെയെല്ലാം യേശു നിലവിളിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇതേ നിലവിളി ഓരോ വിശുദ്ധ കുർബാനയിലും ഇതാ ദൈവപിതാവിനോട് കർത്താവ് പ്രാർത്ഥിക്കുകയാണ്. തൻ്റെ പ്രിയപ്പെട്ട മക്കളെ വിടുവിക്കണമേ, നിത്യനാശത്തിൽ നിന്ന് അവരെ രക്ഷിക്കണമേ. പ്രിയപ്പെട്ടവരെ, ഏറ്റവും പ്രധാനപ്പെട്ട സമ്മാനം എന്താണ്? യേശു ക്രിസ്തു നമ്മുടെ പാപ പരിഹാര ബലിയാണ്. രണ്ടാമത് കർത്താവ് എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? കർത്താവ് പറയാണ്, ഫിലിപ്പി 2:7 അവൻ സ്വയം ശൂന്യനായി മാറി, ദാസന്റെ രൂപം സ്വീകരിച്ചു. ദിവ്യകാരണമായി നമ്മിലേക്ക് കടന്നു വരാൻ വേണ്ടിയാണ് യേശു ഒരു അപ്പത്തിന്റെ രൂപത്തിലേക്ക് തൻ്റെ മഹത്വം വിട്ടിറങ്ങി വന്നത്. മഹിമപ്രതാപനായ യേശു ക്രിസ്തു ഇതാ സ്വർഗത്തിൽ നിന്ന് വിശുകുർബാനയുടെ മധ്യേ ദിവ്യകാനത്തിലേക്ക് ഇത് ചുരുങ്ങുകയാണ്, താഴ്മപ്പെടുകയാണ്, സ്വയം ശൂന്യതയിലൂടെ കടന്നു പോവുകയാണ്. 2 ലക്ഷ്യം അതിലുണ്ട്. എന്താണ്? ഒന്ന്, നമ്മുടെ ശരീരത്തിലേക്ക്, ആത്മാവിലേക്ക്, ഹൃദയത്തിലേക്ക് ദിവ്യകാരണമായി കടന്നു വന്ന് നമ്മിൽ വസിക്കുവാൻ ദിവ്യകാരണനാഥനായ യേശു ആഗ്രഹിക്കുന്നു. യേശുവിനറിയാം, ദിവ്യകാരണമായി മാറുമ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ട മകളുടെ ഹൃദയത്തിലേക്ക് എനിക്ക് കടന്നു വരാൻ സാധിക്കുന്നത്. ഓരോ വിശുകുർബാനയിലൂടെയും നമ്മൾ ദിവ്യകാരണം സ്വീകരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ ദിവ്യ ഓസിയിൽ രാജാതി രാജാവായ യേശു ക്രിസ്തു ഉണ്ട്. രണ്ടാമത്, എളിമയിൽ നിന്നുകൊണ്ട് യേശു ഓരോ വിശുകുർബാനയിലും ദൈവപിതാവിനോട് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. എളിമപ്പെട്ടു നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മകൻ്റെ പ്രാർത്ഥന ദൈവപിതാവ് നിരസിക്കാൻ പറ്റുമോ? രാജാതി രാജാവായിട്ടല്ല യേശു വിശുകുർബാനയിൽ പ്രാർത്ഥിക്കുന്നത്. എളിമയപ്പെട്ട് ദിവ്യകാര്യമായി ഒരു ചെറിയ ഗോതമ്പപ്പത്തിൻ്റെ രൂപത്തിലേക്ക് ഇറങ്ങി വന്ന യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ദൈവപിതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവപിതാവ് പെട്ടെന്ന് വിശുകുർബാനയിലൂടെ നമ്മെ അനുഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കാരണം യേശു സ്വയം ശൂന്യനായി മാറി. യോന പ്രവാചകന്റെ പുസ്തകം അവിടെ 3-ാം അധ്യായത്തിലേക്ക് കർത്താവ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരികയാണ്. അവിടെ എന്താണ്? യോന പ്രവാചകൻ ഇതാ കർത്താവിൻ്റെ സുവിശേഷം നിനവേ പട്ടണത്തിൽ പ്രസംഗിക്കുകയാണ്. ഇത് അവിടെയുള്ള സകല മക്കളും ഇത് കേട്ടു. അവർ പാപങ്ങളെല്ലാം ഉപേക്ഷിക്കുന്നു. ഈ സമയം ഉപവാസത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇത് രാജാവ് കേൾക്കുകയാണ്. യോന 3:6 രാജാവ് എന്താണ് ചെയ്തത്? അവിടെയുള്ള വലിയ രാജാവ് ഇതാ രാജകൊട്ടാരത്തിൽ തൻ്റെ സിംഹാസനം എഴുന്നേറ്റു, തൻ്റെ രാജകീയ വസ്ത്രങ്ങൾ മാറ്റി ഇതാ ചാക്കൊടുത്ത് ചാരത്തിലിരിക്കുകയാണ്. ഒരു രാജാവ് എളിമപ്പെട്ടു. രാജാവ് അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ല. എന്നാൽ കർത്താവിൻ്റെ വചനം കേട്ടപ്പോൾ ആ രാജാവ് എളിമപ്പെട്ടു, രാജകീയ വസ്ത്രങ്ങൾ മാറ്റി എളിമയോടെ ചാക്കുവസ്ത്രം ധരിച്ച് ചാരത്തിലിരുന്ന് കഴിഞ്ഞപ്പോൾ ആ രാജ്യത്തിന് മേലുള്ള ഭീതി കർത്താവ് മാറ്റി എഴുതിയിട്ടുണ്ടെങ്കിൽ
നമ്മുടെ കർത്താവ് രാജാതി രാജാവാണ്. വെളിപാട് 17:14 അവൻ നാഥന്മാരുടെ നാഥനും രാജാക്കന്മാരുടെ രാജാവുമാണ്. നമ്മുടെ യേശു രാജാവാണ്. യോഹന്നാൻ 18:37 വചനം അത് സ്ഥിരീകരിക്കുന്നു. നമ്മുടെ യേശു വന്നിട്ടുള്ളത് സ്നേഹത്തിൻ്റെ രാജാതി രാജാവായിട്ടാണ്, സത്യത്തിൻ്റെ രാജാവായിട്ടാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് രാജാവ് തന്നെ. എന്നാൽ നമ്മുടെ കർത്താവ് രാജകീയ വസ്ത്രങ്ങൾ മാറ്റി. എന്താണ് സംഭവിച്ചത്? കിരീടം മാറ്റിവെച്ചു. ദിവ്യകാനത്തിലേക്ക് ഇതാ കടന്നു വരികയാണ്. ദിവ്യകാനുമായി നമ്മിലേക്ക് കടന്നു വരുന്നു. ദിവ്യകാനുമായി ദൈവപിതാവിനോട് ഇത് നമുക്ക് വേണ്ടി താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. അവിടെ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. പ്രിയപ്പെട്ടവരെ, ഇത് വലിയൊരു രഹസ്യമാണ്. മൂന്നാമത് കർത്താവ് എന്താണ് വിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ മേൽ ചൊരിയുന്നത്? സകല ആത്മീയ നന്മകളും സകല ഭൗതിക നന്മകളും. കർത്താവ് പറയുന്നു, സംഗീതത്തിന്റെ പുസ്തകം 50:5 വിശുദ്ധ ബലിയർപ്പണത്തോടെ എന്നോട് ഉടമ്പടി ചെയ്തിട്ടുള്ള എൻ്റെ വിശ്വസ്തരെ എൻ്റെ അടുക്കൽ വിളിച്ചു കൂട്ടുവിൻ. കർത്താവ് പറയാണ്, എൻ്റെ വിശ്വസ്തരാണവർ. കാരണം ഉടമ്പടിയാണ് ഒരു വിശുദ്ധ കുർബാനയും. ഒരു ഉടമ്പടിയാണ് വിശുദ്ധ കുർബാന. മത്തായി 26:28 വചനം പറയുന്നു, ഇത് പാപപരിഹാരത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ബലി ഒരു ഉടമ്പടിയാണ്. ആ ഉടമ്പടിയിലൂടെ ദൈവപിതാവ് എന്താണ് ചെയ്യുന്നത്? തൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സ്വീകരിക്കുന്ന വ്യക്തികളുടെ പാപങ്ങൾ കഴുകിക്കളഞ്ഞ് ആ വ്യക്തിയെ സകല ആത്മീയ നന്മകൾ, സകല ഭൗതിക നന്മകൾ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കരുണ ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മിലേക്ക് കടന്നു വരുന്നു. പാപവിമോചനം, വിശുദ്ധീകരണം, നവീകരണം, ആത്മീയമായ നന്മകളും വെളിപാടുകളും ദൈവശക്തി, ഇതെല്ലാം ഓരോ വിശുദ്ധ കുർബാനയിലും ഓരോ മക്കളുടെ മേലും ഇറങ്ങി വരുന്നുണ്ട്. എപ്പോൾ നമ്മൾ വിശ്വാസത്തോടെ വിശുദ്ധ കുർബാനയിൽ, സ്നേഹത്തോടെ വിശുദ്ധ കുർബാനയിൽ, അനുതാപ ഹൃദയത്തോടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഇത് സംഭവിക്കുക തന്നെ ചെയ്യും. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏത് മനോഭാവത്തോടെയാണ് പങ്കെടുക്കേണ്ടത്? നമ്മൾ അനുഗ്രഹത്തിന് വേണ്ടി മാത്രമാണോ? അല്ല. ലൂക്ക 18:13 അവിടെ ചുങ്കക്കാരൻ ദേവാലയത്തേക്ക് പ്രവേശിക്കുമ്പോൾ യേശു അത് കണ്ടു. ചുങ്കക്കാരൻ എപ്രകാരമാണ് നിലവിളിച്ചത്? ദൈവമേ, ഞാൻ പാപിയാണ്, ഞാൻ യോഗ്യനല്ല. പ്രിയപ്പെട്ടവരെ, യോഗ്യത ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ താഴ്മയോടെ പാപങ്ങളോട് അനുദപിച്ച് സാധിക്കുമെങ്കിൽ വിശുദ്ധ കുമ്പസാരത്തിലൂടെ നമ്മുടെ പാപങ്ങൾ കഴുകിക്കളഞ്ഞ് വിശുദ്ധ കുർബാനയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അവിടെ നമുക്ക് നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമായി സകല ആത്മീയ നന്മകൾ കൊണ്ടും ഭൗതിക നന്മകൾ കൊണ്ടും കർത്താവ് നമ്മെ നിറയ്ക്കാൻ പോവുകയാണ്. നമുക്കുണ്ടാകേണ്ട മനോഭാവം ശ്രദ്ധിക്കുക. നമ്മൾ പാപികളാണ്, നമ്മൾ അയോഗ്യരാണ്. അതുകൊണ്ട് തീഷ്ണതയോടെ പ്രാർത്ഥിക്കുക. ഉൽപ്പത്തി പുസ്തകം അവിടെ 22-ാം അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ അവിടെ വചനം പറയുന്നു, 22-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ, 1 മുതൽ 14 വരെ വാക്യങ്ങൾ. അവിടെ അബ്രാഹത്തോട് കർത്താവ് പറയാണ്, നീ സ്നേഹിക്കുന്ന നിന്റെ ഏക മകനെ നീ എനിക്കായി ദഹനബലി, മോറിയ മലയിൽ ദഹനബലി അർപ്പിക്കണം. നല്ലൊരു വേദനയുണ്ട് അപ്പന്. എന്നാൽ വിശ്വാസ വീരനായ അബ്രാഹം ഇതാ വളരെ പുലർക്കാലം എഴുന്നേറ്റ് കഴുതയ്ക്ക് ചീനയിട്ട് വിറക് കയറി ഇതാ തീയെടുത്ത് മകൻ ഇസഹാക്കിനെയും വേലക്കാരെയും കൂട്ടി കർത്താവ് പറഞ്ഞ ദേശത്തേക്ക് പോവുകയാണ്. ഈ സമയം ഇസഹാക്ക് അപ്പനോട് ചോദിക്കുന്നുണ്ട്, അപ്പാ, നമ്മുടെ കയ്യിൽ വിറകുണ്ട്, തീയുണ്ട്, എന്നാൽ ബലിമൃഗം എവിടെ? അബ്രാഹാം പറയുന്നു, കർത്താവ് തരും, കർത്താവ് തരും. അങ്ങനെ മോറിയ മലയിലെത്തി. പ്രിയപ്പെട്ടവരെ, കുഞ്ഞാടിനെ ലഭിച്ചിട്ടില്ല. ഇതാ അബ്രാഹാം ഇസഹാക്കിനെ ബന്ധിച്ച് വിറകടക്കി വെച്ച് ഇതാ ദഹനബലി അർപ്പിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവർ, ഏതൊരു അപ്പനെയും ചങ്ക് പൊട്ടുന്ന സമയം, ഏതൊരു മകനെയും വേദനയുടെ സമയം നഷ്ടപ്പെടാൻ പോവുകയാണ്. ഈ സമയം എന്താണ് സംഭവിക്കുന്നത്? ഇതാ കത്തി കൈകളെടുത്തപ്പോൾ ദൂതൻ പറഞ്ഞു, ഉൽപ്പത്തി 22:12, കുട്ടിയുടെ മേൽ കൈകൾ വെക്കരുത്, അവനെ ഒന്നും ചെയ്യരുത്. നീ ഇപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നു, ഭയപ്പെടുന്നു നിങ്ങൾക്ക് ബോധ്യമായി. പ്രിയപ്പെട്ടവരെ, അബ്രാഹാം തിരിഞ്ഞു നോക്കി. 22:13 ഇതാ മുൾക്കൂട്ടുകളിടയിൽ ഇതാ കൊമ്പുടക്കി കിടക്കുന്ന ഒരു മുട്ടാടിനെ അബ്രാഹാം കാണുകയാണ്. അവൻ ഇസഹാക്കിന് പകരം ആ മുട്ടാടിനെ ബലിയർപ്പിച്ചു. യോഹന്നാൻ യേശു വരുന്ന കണ്ടപ്പോൾ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇസഹാക്കാണ് അവിടെ ബലി വസ്തുവായി മാറേണ്ടത്. എന്നാൽ ഇസഹാക്കിനെ മാറ്റി. പ്രിയപ്പെട്ടവർ, നമ്മളാണ് ഓരോ വിശുദ്ധ കുർബാനയിൽ ബലിയായി മാറേണ്ടത്. നമ്മളാണ് പാപികള്, നമ്മളാണ് നഷ്ടപ്പെടേണ്ടത്. എന്നാൽ നമുക്ക് പകരക്കാനായി യേശു ക്രിസ്തു കാൽവരി കുരിശിൽ കിടന്നപ്പോഴാണ് നമ്മൾ സ്വതന്ത്രരാകുന്നത്. പ്രിയപ്പെട്ടവരെ, ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മെ ആത്മീയമായും ഭൗതികമായും കർത്താവ് സ്വതന്ത്രമാക്കുന്ന സമയമാണ്.
നമ്മളാണ് ശിക്ഷിക്കപ്പെടേണ്ടത്. എന്നാൽ നമ്മുടെ ശിക്ഷ കർത്താവ് ഏറ്റെടുത്തു, വിശുദ്ധ കുർബാനയായി മാറി. കാൽവരി കുരിശിൽ കർത്താവ് 3 ആണികളാൽ ഇതാ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെ മധ്യേ പിടയുകയാണ്. എന്തിനാണ്? നമുക്ക് പകരക്കാരനായിട്ടാണ് യേശു കിടക്കുന്നത്. ഇസ്ഹാക്കിന് പകരക്കാരനായി അവിടെ ഒരു കുഞ്ഞാടിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓരോരുത്തർക്കും ഒരു പകരക്കാരനുണ്ട്. അതാരാണ്? യേശു ക്രിസ്തു തന്നെയാണ്. അവൻ പരിശുദ്ധനാണ്, അവനൊരു മാറ്റമില്ല, അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ ദൈവപുത്രനാണ്. അവൻ നമുക്ക് വേണ്ടി വിശുദ്ധ കുർബാനയിൽ മധ്യസ്ഥം വഹിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ പുതിയ വഴികൾ തുറക്കും. ആത്മീയ നന്മകൾ മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഭൗതിക നന്മകൾ, അപകടങ്ങൾ മാറിപ്പോകുന്നു, നന്മകൾ കടന്നു വരുന്നു, വിജയമുണ്ടാകുന്നു, രോഗപീഠകൾ മാറുന്നു, മാനസിക രോഗപീഠകൾ മാറുന്നു. ഒത്തിരി ആത്മീയ ഭൗതിക നന്മകൾ കൊണ്ട് ഓരോ വിശുദ്ധ കുർബാനയിലും കർത്താവ് നമ്മെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് വലിയൊരു രഹസ്യമാണ് പ്രിയപ്പെട്ടവരെ. ആത്മീയ നന്മകൾ മാത്രമല്ല, ഭൗതിക നന്മകളും കർത്താവ് പ്രദാനം ചെയ്യുന്നു. വിശുദ്ധ ജത്രൂത്തിന്റെ ജീവിതത്തിൽ ഒരു സംഭവമുണ്ട്. വിശുദ്ധ ജത്രൂത്ത് വിശുദ്ധ കുർബാനയിൽ ഇതാ അണയുകയാണ്. വിശുദ്ധ ജത്രൂത്ത് വിശുദ്ധ കുർബാനയ്ക്ക് കടന്നു വരികയാണ്. എന്താണ് സംഭവിക്കുന്നത്? ജത്രൂത്ത് പറയാണ്, കർത്താവ്, ഞാൻ അയോഗ്യ പാത്രമാണ്, ഞാൻ നികൃഷ്ട ജീവിയാണ്, ഞാൻ യോഗ്യയല്ല. അങ്ങയുടെ കുർബാനയിൽ ഇത്രമാത്രം സ്വർഗീയ രഹസ്യങ്ങൾ അടങ്ങിയിരിക്കുന്ന വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ, വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുവാൻ ഞാൻ യോഗ്യതയുള്ള ഒരു സഹോദരിയല്ല എന്ന് വിശുദ്ധയായ ആ സഹോദരി പറയുകയാണ്. വിശുദ്ധ ജത്രൂത്ത് പറയുകയാണ്. സമയം യേശു വിശുദ്ധ കുർബാന മധ്യേ ആ സഹോദരിയോട് സംസാരിക്കുകയാണ്. ജത്രൂത്തിനോട് കർത്താവ് യേശു പറയുകയാണ്, നിന്റെ ആ കുറവുകളുടെ ആ മധ്യേ തന്നെ, നിന്റെ ഇല്ലായ്മകളുടെ മധ്യേ, നിന്റെ കുറവുകളുടെ മധ്യേ നിന്റെ ജീവിതത്തെ വിശുദ്ധ കുർബാനയിൽ ഈ ആൾത്താരയിലേക്ക് സമർപ്പിച്ചാൽ ഞാൻ വിശുദ്ധ കുർബാനയുടെ മധ്യേ ഞാൻ ആ ജീവിതം ആശീർവദിച്ച് സ്വർഗത്തിന് പ്രീതിയുള്ള ജീവിതമാക്കി രൂപാന്തരപ്പെടുത്തിക്കൊള്ളാം. പ്രിയപ്പെട്ടവരെ, ഇത് വിശുദ്ധ ജത്രൂത്തിന് മാത്രമുള്ള സ്വർഗത്തിന് സമാനമല്ല. ഓരോ മാതാപിതാക്കളും തങ്ങളുടെ കുറവിൻ്റെ മധ്യേ നിന്നുകൊണ്ട്, വേദനയുടെ മധ്യേ, സഹനങ്ങളുടെ മധ്യേ നമ്മുടെ ജീവിതങ്ങളെ ഒരു ബലിയായി ഇതാ കർത്താവിൻ്റെ ദിവ്യ അൾത്താരയിൽ സമർപ്പിക്കുക. കർത്താവ് എന്ത് ചെയ്യും? ആ ജീവിതം സ്വീകരിക്കും. സ്വീകരിച്ചെന്ത് ചെയ്യും? യേശു ക്രിസ്തു ഓരോ വിശുദ്ധ കുർബാനയിലൂടെയും തൻ്റെ ജീവിതം മുഴുവനും വിശുദ്ധ കുർബാനയിൽ അവതരിപ്പിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ ജനനം, യേശുവിൻ്റെ പരസ്യ ജീവിതം, യേശുവിൻ്റെ പീഡാസഹനം, യേശു ക്രിസ്തുവിൻ്റെ ഇതാ അടക്കപ്പെടുന്ന സമയം, യേശു ക്രിസ്തു കാൽവരി ബലിയിൽ ബലിയായി മാറുന്നത്, യേശു ക്രിസ്തു ഉത്ഥാനം ചെയ്യുന്നത്, പ്രിയപ്പെട്ടവർ, ഇതെല്ലാം വിശുദ്ധ കുർബാനയിൽ ആവർത്തിക്കപ്പെടുകയാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, യേശുവിന് ഉത്ഥാനമുണ്ടോ? ഉത്ഥാനമുണ്ട്. അതുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ഉത്ഥാനമുണ്ട്. നമ്മുടെ ശരീരം കളങ്കമുള്ളതാണോ? രോഗപീഠകളുള്ളവരാണോ? നമ്മുടെ തലമുറ ശാപഗ്രസ്തരാണോ? എന്നാൽ യേശു പറയുന്നു, വരിക, വിശുദ്ധ കുർബാനയിൽ നിങ്ങൾ നിലവിളിച്ച് വിശ്വാസത്തോടെ സ്നേഹത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മലിനമായ ജീവിതത്തെ ഞാൻ സ്വീകരിച്ച് എൻ്റെ രക്തത്താൽ കഴുകി നിങ്ങളെ ഞാൻ പൗത്രീകരിക്കുകയാണ്. ഞാൻ ഇത് ഉത്ഥാനം ചെയ്യുന്നു, നിങ്ങൾക്കും ഒരു ഉത്ഥാനമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ കുർബാനയിലേക്ക് അണയുമ്പോൾ പ്രത്യാശയോടെ ആയിരിക്കുക. സാധിക്കുന്ന വിധത്തിൽ കർത്താവിന് മുമ്പിൽ വിശ്വസ്തയോടെ വ്യാപരിക്കുക. കർത്താവിൻ്റെ ഓരോ ബലിയിലേക്കും തീക്ഷ്ണതയോടെ കടന്നു വരിക, ദാഹത്തോടെ കടന്നു വരിക. ജത്രൂത്തിനെ അനുഗ്രഹിച്ച ദൈവമായ കർത്താവ് നമ്മയും അനുഗ്രഹിക്കും, നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾ എപ്പോൾ അനുഭവിക്കുന്ന പ്രതിസന്ധി എന്താണോ, പരാജയം എന്താണോ, നിങ്ങളുടെ മക്കളുടെ ജീവിതാവസ്ഥ എന്താണോ, വിശുദ്ധ കുർബാനയിൽ സമർപ്പിക്കുക. കർത്താവ് നമുക്ക് ഒരു ഉത്ഥാനം നൽകാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നാലാമത് കർത്താവ് എന്താണ് വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് നൽകുന്നത്? പ്രിയപ്പെട്ടവരെ, നാലാമത് കർത്താവ് നൽകുന്നത് നിത്യജീവന് വേണ്ടി കർത്താവ് വലിയൊരു സമ്പത്ത് ഓരോ വിശുദ്ധ കുർബാനയിലും നമുക്ക് വേണ്ടി കർത്താവ് ശേഖരിക്കുകയാണ്. നമ്മളതറിയുന്നില്ല. പ്രിയപ്പെട്ടവർ, നമുക്കൊരു നിത്യജീവനുണ്ട്. നമ്മൾ ഈ ലോകത്തിൽ ജീവിതം കഴിഞ്ഞ് മറ്റൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കും. നമ്മളുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ നമ്മൾ മുഖാമുഖം കാണും. പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മൾ ലജ്ജിതരായി തീരാതിരിക്കണമെങ്കിൽ ഓരോ വിശുദ്ധ കുർബാനയിലും ദാഹത്തോടെ കടന്നു വരിക. സംഗീതത്തിന്റെ പുസ്തകം 4-5 പറയുന്നു, ഉചിതമായി ബലിയർപ്പിക്കുകയും കർത്താവിൽ ആശ്രയിക്കുകയും ചെയ്യുക. ഉചിതമായ ബലി. എങ്ങനെയാണ് ഉചിതമായി ബലിയർപ്പിക്കേണ്ടത്? നിത്യജീവനിൽ, ഈ ലോകത്തിൽ മാത്രമല്ല നിത്യജീവനിലേക്കും ആവശ്യമുള്ള സമ്പത്ത് ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ ലോകത്തിൻ്റെ സമ്പത്തുമായി കമ്പയർ ചെയ്യാൻ പറ്റുന്നതല്ല. അത് വലിയ സമ്പത്താണ് പ്രിയപ്പെട്ടവരെ.
ഉചിതമായി ബലിയർപ്പിച്ചാൽ ആ സമ്പത്ത് നമ്മുടെ മേൽ സ്വർഗത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുകയാണ്. നമുക്കൊരു ദിവസം കർത്താവ് തിരിച്ചു നൽകുക തന്നെ ചെയ്യും. ഞാൻ നിങ്ങളെ ഒരു വചനഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. എന്താണ്? ലൂക്ക് എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 41 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ. അവിടെ പ്രിയപ്പെട്ടവരെ, അവിടെ കർത്താവ് യേശുക്രിസ്തുവിനെ ബലി നേരിട്ട് കാണുന്ന രണ്ട് വ്യക്തികൾ അവിടെയുണ്ട്. ഒന്ന് നല്ല കള്ളൻ, രണ്ടാമത് തൻ്റെ ജീവിതത്തെ ഓർത്ത് പഴിചാരുന്ന മോശപ്പെട്ട കള്ളൻ. പ്രിയപ്പെട്ടവരെ, ഇവിടെ നല്ല കള്ളൻ എന്താണ് പറയുന്നത്? നല്ല കള്ളൻ പറയുകയാണ്, മറ്റേ വ്യക്തിയെ നോക്കി പറയാണ്, നമ്മുടെ വിധി അത് ന്യായമാണ്, കാരണം നമ്മൾ പാപികളാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ശിക്ഷാവിധി ന്യായമാണ്, കാരണം നമ്മൾ പാപം ചെയ്തിട്ടുണ്ട്. ഈ വിധി ന്യായമാണ്. എന്നാൽ ഇവൻ ഒരു പാപം ചെയ്തിട്ടില്ല. നല്ല കള്ളൻ പ്രഖ്യാപിക്കുകയാണ്, യേശു പരിശുദ്ധനാണ്. ശേഷം നല്ല കള്ളൻ വീണ്ടും പറയാണ്, കർത്താവ് യേശുവേ, നീ നിന്റെ രാജ്യത്തെ പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. ഓരോ വിശുദ്ധ കുർബാനയിലും പ്രിയപ്പെട്ടവരെ, യേശു നമ്മെ ഓർക്കുന്നു. യേശുവിൻ്റെ രക്തം ചിന്തുമ്പോൾ പിതാവ് നമ്മെ ഓർക്കുന്നു. ഇവൻ എൻ്റെ പൊന്നുമകൻ. പ്രിയപ്പെട്ടവരെ, ഈ സമയം ആ നല്ല കള്ളൻ്റെ വാക്കുകൾ യേശുവിനെ ഒത്തിരി പ്രചോദിപ്പിച്ചു. യേശു പറയുന്നു, സത്യം സത്യമായി എന്നോട് പറയുന്നു, നീ ഇന്ന് എൻ്റെ കൂടെ പറുദീസിലായിരിക്കും. അവസാന നിമിഷം ആ നല്ല കള്ളൻ ഇതാ യേശുവിൻ്റെ കൂടെ ആയിരിക്കുവാനുള്ള കൃപ ലഭിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് കർത്താവ് നമുക്ക് നൽകുന്ന ആലോചനയാണ്. ഓരോ വിശുദ്ധ കുർബാനയിലും പങ്കെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നിത്യജീവനുണ്ട്. നമുക്ക് മറ്റൊരു ജീവനുണ്ട്. നല്ല കള്ളനെ പോലെ പറയുക, കർത്താവേ, ഞാൻ പാപിയാണ്, നിന്റെ ജീവിതത്തിൽ നിന്റെ നിത്യതയിൽ എന്നെയും പങ്കാളിയാക്കണമേ. പ്രിയപ്പെട്ടവരെ, നിത്യതയിൽ കർത്താവ് നമുക്കൊരു അംഗീകാരം നൽകുക തന്നെ ചെയ്യും. എനിക്കൊരു സംഭവം ഓർമ്മ വരികയാണ്. വൈദികനായ മാർട്ടിൻ വോൺ എന്ന ജർമ്മൻ വൈദികൻ എഴുതിയ പരിശുദ്ധ കുർബാന അനുഭവമാക്കാം എന്നുള്ള ഒരു പുസ്തകം. ആ പുസ്തകത്തിൽ മനോഹരമായ സംഭവം എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ഇടവക വികാരിച്ചന് ആ ദേശത്ത് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട്. ആനുദിനം വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ജീവിതം കുർബാന സ്വീകരിക്കുക മാത്രമല്ല, ഒരു കുർബാനയായി, ഒരു ബലിയായി മാറുന്ന ഒരു അപ്പൻ. അപ്പനെ ഈ വികാരിച്ചന് വലിയ ഇഷ്ടമാണ്. അങ്ങനെ ഒരു ദിവസം അപ്പൻ മരിച്ചുപോവുകയാണ്. മരിച്ചുപോയ ഈ അപ്പൻ ഒരു ദിവസം ഈ അച്ഛന് പ്രത്യക്ഷപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, അച്ഛൻ ചോദിക്കുകയാണ്, താങ്കൾ ഇപ്പോൾ എവിടെയാണ്? ആ സഹോദരൻ പറയുകയാണ്, ഞാനിപ്പോൾ നിത്യതയിലാണ്. കർത്താവിൻ്റെ കരുണയാണ് ഇപ്പോൾ അച്ഛൻ്റെ അടുത്തേക്ക് വരുവാൻ ദൈവം എന്നെ അനുവദിച്ചിട്ടുള്ളത്. അച്ഛൻ വീണ്ടും ചോദിച്ചു, ഇപ്രകാരം സ്വർഗത്തിൽ പെട്ടെന്ന് പോകാൻ താങ്കൾക്ക് എന്ത് യോഗ്യതയാണ് ലഭിച്ചത്? ഈ സമയം ആ സഹോദരൻ പറയാണ്, അച്ഛാ, വിശുദ്ധ കുർബാനയിൽ ഞാൻ അതുപോലെ ത്യാഗത്തോടെ, ഹൃദയം നുറുങ്ങി, വിശ്വാസത്തോടെ, എളിമയോടെ പങ്കെടുക്കും. എപ്രകാരമാണ് പങ്കെടുക്കുക എന്ന് അച്ഛൻ വീണ്ടും ചോദിക്കുകയാണ്. ആ വ്യക്തി പറയാണ്, ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ വളരെ ഭക്തിയോടെ കുരിശു വരച്ച് ജപമാല ചൊല്ലി ആ യാത്രയിലെല്ലാം ഇതാ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച് ഞാൻ ദേവാലയത്തേക്ക് വരുന്നു. അപ്പോൾ എന്ത് ചെയ്യും? ആ വ്യക്തി പറയാണ്, യേശുവിൻ്റെ 5 തിരുമുറുകൾ ധ്യാനിച്ച് ഞാൻ 5 സ്വർഗസ്നായ ജപവും 5 നന്മ നിറഞ്ഞ ജപവും ഞാൻ ചൊല്ലും. അതിനുശേഷം വിശുദ്ധ കുർബാനയിൽ എപ്രകാരം പങ്കെടുക്കും? ഞാൻ ഭാവനയിൽ കാണും, ഞാൻ ഇതാ യേശുക്രിസ്തുവിന്റെ ബലിയിൽ കാൽവരി മലയിൽ നിൽക്കുന്നു, പരിശുദ്ധ അമ്മയോടൊപ്പം, യോഹന്നാൻ സ്ലീഹയോടൊപ്പം ഞാൻ നിൽക്കുന്നത് ഞാൻ ഭാവന കാണും. ഞാൻ ഇതാ വൈദികൻ തിരുവോസ്യം അപ്പം എടുത്തുയർത്തുമ്പോൾ എൻ്റെ ജീവിതവും ആത്മാവിനെ ഞാൻ സമർപ്പിക്കും. ഞാൻ വളരെ സ്നേഹത്തോടെ ദൈവികാനന്ദ സ്വീകരിക്കും. പിന്നീട് എന്ത് ചെയ്യും? ഞാനൊരു ബലിയായി മാറും. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മെ വിളിക്കുകയാണ് ഒരു ബലിയായി മാറുവാൻ, വിശുദ്ധാന സ്വീകരിക്കാൻ മാത്രമല്ല, ഒരു ബലിയായി തീരുവാൻ. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ വിശുദ്ധ കുർബാനയിലേക്കും നമ്മൾ കടന്നു വരുമ്പോൾ എന്തുമാത്രം വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് നമുക്ക് ചൊരിയുന്നു എന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ഒരുങ്ങി പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ച് നമുക്ക് കാൽവരി മലയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവിൻ്റെ മലയിൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം ലഭിക്കുമെന്ന് അബ്രാഹം ഇത് അവിടെ വെച്ച് പറയുകയാണ്. ഉൽപ്പത്തി 22:14. കർത്താവ് മല എന്താണ്? അത് ഓരോ അൾത്താരയാണ്. അവിടെ ഗോഡ് വിൽ പ്രൊവൈഡ് ഓൾ യുവർ നീഡ്സ്. കർത്താവ് നമുക്ക് ആവശ്യമുള്ളതെല്ലാം യഹോവ ഈരെ നമുക്ക് പ്രദാനം ചെയ്യും. വിശുദ്ധ കുർബാന അത് നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ കൃപ വിളമ്പിത്തരുന്ന ഒരു വിരുന്നാണ്. നമുക്കത് സ്വീകരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഓരോ വിശുദ്ധ കുർബാനയിലൂടെയും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.